Hi friends, welcome back to our channel. ഇന്നൊരു കൊച്ചു വ്ളോഗാണ് കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട് കുറച്ച് റെസിപ്പീസും കൂടെ വന്നിട്ടുണ്ട്. റെസിപ്പീന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ടല്ല എങ്കിലും കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടോ. നമ്മുടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം പുറത്തേക്കൊന്നും പോയില്ല. കാരണം അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കേക്ക് തലേ ദിവസം തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഞാനൊരു 2 കിലോയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോയുടെ സ്പഞ്ച് വരും. പിന്നെ അതിൻ്റെ മുകളിലിട്ട് നമ്മുടെ ക്രീമും കാര്യങ്ങളൊക്കെ കൂടെ കൂടി വരുമ്പോഴാണ് ഇതൊരു 2 കിലോ കേക്കായിട്ട് മാറണം കേട്ടോ. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ ഈ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് സിമ്പിളായിട്ടുള്ള വാനില കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ട്. നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഡോൾ കേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡോളിൻ്റെ മോൾഡ് ഉണ്ടായില്ല. അപ്പോൾ ഉള്ള ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനിൽ 2 കേക്ക് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിനകത്താണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കേക്ക് ഡെക്കറേഷൻ കാണാം. ഒരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലിട്ട് ഒരു ഫസ്റ്റ് ലെയറായിട്ട് നമുക്കൊരു കേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കേക്ക് ഒരു 3 ലെയറൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയിലിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡില്ലേ അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ഒഴിക്കുമ്പോൾ. ടേസ്റ്റ് കൂട്ടാൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യാം. പിന്നെ ചെറീസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്കൂടെ വയ്ക്കുവാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഓരോ ലെയറിൻ്റെയും ഇടയിലൂടെ നമുക്ക് ഫ്രൂട്ട്സ് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സെയിം രീതി തന്നെ കേട്ടോ നമ്മളെല്ലാ ലെയറുകളും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി വീണ്ടും ഷുഗർ സിറപ്പ് അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ ലെയേഴ്സും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കീറിപ്പോയെന്നൊന്നും കരുതി ഒന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അത് ഇതുപോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മൾ സെറ്റായി വരുമ്പോൾ അതൊന്നും അറിയാനേ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നോളും. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ സൈഡും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. കാരണം നമ്മളിപ്പോൾ ക്രം കോട്ടിങ് മാത്രമാണ് ചെയ്യണത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതും കിട്ടിക്കോളൂ ഒപ്പം തന്നെ. പിന്നെ അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തരുന്നത് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. പിന്നെ അത് കൂടാതെ നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചില്ലേ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ എന്താ പറയുക പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതൊന്നും ഇപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ഇട്ടില്ല എന്ന് കരുതി ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ത് സാധനം നമ്മൾ അഡീഷണലായിട്ട് ചേർക്കും, നമ്മൾ ഈ ഓപ്ഷണൽ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടുത്ത് വയ്ക്കേണ്ട ഒരു സാധനം ഉണ്ടത് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ. പിന്നെ ഏതുതരം കൈ കഴുകാൻ നടക്കൽ പോസിബിളായ കാര്യമല്ല. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് നമ്മളിപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്തിരുന്നില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എന്താ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമല്ലോ ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലിട്ട്. അപ്പോൾ ബീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം ആ ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ആ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ച ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ. അതാണ് പകുതി കുറച്ചുകൂടെ ഐറ്റംസൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവും. എല്ലാ ലെയേഴ്സും കംപ്ലീറ്റ് ആയി. മേളത്തെ ലെയറിൽ നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ഉറങ്ങില്ല കേട്ടോ. പ്ലെയിനായിട്ട് വിട്ട് ഇത് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ച് സമയത്തേക്കൊന്ന് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം.
അപ്പോൾ ഇതാ അടുത്തത് കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ടീ കപ്പിൽ ഉണ്ടാക്കണായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഇതിന്റെ മുകളിൽ ചുമ്മാ ഒരു ഡിസൈൻ കൊടുക്കണേ കേട്ടോ. ഗ്രാസ് നോസിൽ ഇട്ടിട്ടാണ് ഈ ഒരു കപ്പ് കേക്കിന് ഡിസൈൻ ചെയ്യണത്. ഇതൊക്കെ ചെയ്യണത് എൻ്റെ മോനാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഉള്ള ഡിസൈനും പരിപാടിയൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ അത് ഇതിനകത്തോടെയൊക്കെ ഞാൻ കുറച്ചൊരു ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോൾ കേക്കിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡോളാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ഡോള് ആ ഒരു കേക്കിലായിട്ട് നമ്മൾ കുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഡോള് കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു ചെറിയ സ്റ്റാർ നോസിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാതും ആ ഡോളിനുള്ള ഡ്രസ്സ് കംപ്ലീറ്റ് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഡോളിൻ്റെ ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ. പിന്നെ ഞാൻ ആ ഡോളിൻ്റെ കൈയൊന്നും ഇങ്ങനെ പൊക്കി വെച്ചേക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇങ്ങനെ മൊത്തം ക്രീമൊക്കെ അതിനകത്തേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ വേണമെങ്കിൽ ഡോളുമ്മേ അതിൻ്റെ ദേഹത്ത് ഒട്ടും ഈ ക്രീം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മുടിയൊക്കെ ആണെങ്കിലും ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടി വെക്കണം. അല്ലെങ്കിൽ മുടിയൊക്കെ ഉള്ള ഡോളാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആ ക്രീമിൽ പറ്റിയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ കെട്ടി വെച്ച് കൈയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതുപോലത്തെ ഒരു സിൽവർ ബീഡ്സാണ് കേട്ടോ ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് സിൽവർ ഇതിൻ്റെ തന്നെ സിൽവറിൻ്റെ ഷുഗർ ബീഡ്സ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രസ്സുമേക്കൂടെ വെറുതെ ഇങ്ങനെ എന്താ പറയുക സ്പ്രിങ്കിൾ ചെയ്ത് ഇങ്ങനെ ഇടില്ലേ, അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, മൊത്തത്തിലൊരു തിളക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇതിന് ചുറ്റും അതായത് ഒരു പച്ച ഒരു മൈതാനത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടാൻ പാകത്തിന് അതുപോലെയാണ് കേട്ടോ ഇതൊന്ന് ഈ ഒരു കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചുറ്റിനും ആ ഒരു ഗ്രാസ് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു ഒരു സ്റ്റാറൊക്കെ ഈ ഫോണ്ടൻറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടോ, ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അയൽവക്കത്തുള്ള കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. To you. Happy birthday to you. Happy birthday dear Anna. Happy birthday to you. ഈ കപ്പ് കേക്കിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ട് മോൻ ചുമ്മാ ഉണ്ടാക്കി വെച്ചാട്ടോ. ഫോണ്ടൻറ്റ് ബാക്കി വന്ന ഫോണ്ടൻറ്റ് കൊണ്ട് ചെയ്തു വെച്ചാണ്. അപ്പോൾ അത് അയൽവക്കത്തുള്ള ഈ കുട്ടികളുടെ കൂട്ടുകാരൊക്കെയാണ് ഇതൊക്കെ. പിന്നെ അവൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളൊക്കെയാണ് നമ്മുടെ അയൽവക്കത്ത് നല്ല കുട്ടികളും. പിന്നെ ഇത് അവളുടെ മൂത്തുമ്മ, അതായത് എൻ്റെ ഇത്താത്ത അയച്ചു കൊടുത്തതാണ്. ചുമ്മാ അവളുടെ ഇത്താത്തയുടെ മോളെ അയച്ചതാണ് കേട്ടോ. ചെറിയ ചെറിയ കുറച്ച് ഗിഫ്റ്റുകളും ഒക്കെയാണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.